തീർച്ചയായിട്ടും താങ്കളുടെ ചാനൽ ഇതിനകത്ത് ഇടപെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത് സത്യത്തിൽ കുറച്ച് നല്ല നടന്മാരെ ആക്ഷേപിക്കാനും പൊതുജന മധ്യത്തിൽ അവരെ ഇൻസൾട്ട് ചെയ്യാനുമാണ് ഈ ഭൂട്ടാൻ കള്ളക്കടത്ത് നടക്കുന്നത്. സത്യത്തിൽ എന്താണ് നമ്മുടെ അജ്ഞത ഇതിനകത്ത് വളരെ കാര്യത്തിലുണ്ട്. കാര്യം വാഹനങ്ങൾ, കാറ്, പ്രത്യേകിച്ചും കാറ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് 4 തരം കാറ്റഗറിയുള്ള ആൾക്കാർക്കാണ്. അത് നമുക്ക് ഈ അധികാരവർഗം, ഈ ഇൻകം ടാക്സ് ആയാലും കസ്റ്റംസ് ആയാലും ED ആയാലും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോ ദുൽഖർ സൽമാനെ ന്യായീകരിക്കാനല്ല, പക്ഷെ ദുൽഖർ സൽമാന്റെ ചില കാറുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഞാനും ഒരു വിന്റേജ് കാർ കളക്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് കാറിനോട് വലിയ ഭ്രമമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അധികം കാറൊന്നുമില്ല, 3-4 കാറേ ഉള്ളൂ. എങ്കിൽ തന്നെയും ഈ കാറുകൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കാറ് കൊണ്ടുവരുന്നത് 1983 ഇന്റർനാഷണൽ റാലി 10th ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ റോയൽ ഫാമിലി ഒരു കാർ തന്നു. ഞാനത് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് ഈ കൊച്ചി പോർട്ടിൽ കൂടെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ അതിന് ചില നടപടികൾ എന്ന് പറയുന്നത്, ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് വെച്ചാൽ ഒരു വിദേശ മലയാളി അദ്ദേഹം അവിടുത്തെ പണിയൊക്കെ നിർത്തി നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് എടുത്തിട്ട് വേണം കൊണ്ടുവരാൻ. അങ്ങനെയാണ് ഒരു കാറ്റഗറി. അങ്ങനെയാണ് ഞാൻ കാറ് കൊണ്ടുവന്നത് 83. പിന്നത്തെ ഒരു കാറ്റഗറിയാണ് ഇപ്പൊ വിദേശികളുടെ ഭാര്യമാര്, അങ്ങനെ ഉള്ള അല്ലെങ്കിൽ വിദേശികളെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നവര്, അവർക്ക് വിദേശി ഇന്ത്യക്കാരിക്കോ ഇന്ത്യക്കാരനോ കാറ് സമ്മാനമായിട്ട് കൊടുക്കാം. അത് 2ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ വിദേശ നാണ്യം സമ്പാദിക്കുന്ന ടൂറിസം മേഖലയിലുള്ളവര്, മറ്റ് കമ്പനികള് ആര് വിദേശ നാണ്യം സമ്പാദിക്കുന്നുണ്ടോ അവർക്ക് കാറ് ഇമ്പോർട്ട് ചെയ്യാനുള്ള കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ തന്നെ പ്രിൻസി ട്രാവൽസ് കൊണ്ടുവന്നിട്ടുണ്ട്, കുമരകം ലേക്ക് റിസോർട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം അത് ഫോറിൻ ടൂറിസ്റ്റ് ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ റിസോർട്ടിൽ താമസിപ്പിച്ചിട്ട് അവർക്ക് ഈ വിദേശ നിർമ്മിത കാറിൽ, അന്ന് നമ്മുടെ നാട്ടിൽ ഈ വിദേശ നിർമ്മിത വാഹനങ്ങൾ ഇല്ലാത്ത ഒരു സമയത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതാണ് 3ാമത്തെ തരം. 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കാർനെറ്റ് എന്ന് പറഞ്ഞ് 6 മാസത്തേക്ക് നമുക്ക് വിദേശത്തുനിന്ന് കാറ് ഇമ്പോർട്ട് ചെയ്യാം. അത് നമ്മുടെ പാസ്പോർട്ടിൽ എൻഡോഴ്സ് ചെയ്തിട്ട് കസ്റ്റംസുകാർ വരും. ആ പാസ്പോർട്ട് ഉപയോഗിച്ച് പിന്നെ തിരിച്ചു പോകണമെങ്കിൽ ഈ കാറുമായിട്ട് മാത്രമേ തിരിച്ചു പോകാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് നിയമം. അല്ലാതെ ഇപ്പോ ഭൂട്ടാൻ കള്ളക്കടത്തുന്നൊരു സമ്പ്രദായം ഉണ്ടായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതാണ്. അത് ഭൂട്ടാനും ഇന്ത്യയായിട്ട് പലയിടത്തും പ്രോപ്പർ ഫെൻസിങ്ങോ ഒന്നും ഇല്ലാത്തടത്ത്, നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വരുന്ന മാതിരി വണ്ടികൾ ഓടിച്ച ആൾക്കാർ വരും. അപ്പൊ ഇവിടെ വന്നിട്ട് ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ കള്ളക്കടത്ത് ചെയ്യും. പിന്നെ നമ്മുടെ RTO ഇപ്പം ഒരു വണ്ടി, ഈ ദുൽഖർ സൽമാന്റെ വണ്ടി, ഒരു വണ്ടി 4 കൈമറിഞ്ഞിട്ട് ഹിമാചൽ പ്രദേശ് 52 രജിസ്ട്രേഷനുള്ള RTO ആണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. ആ RTO ആണ് സത്യത്തിൽ ഇതിന്റെ പേപ്പേഴ്സ്, കസ്റ്റം ക്ലിയറൻസ് പെർമിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇത് ഒരു കാറാണ് ദുൽഖർ സൽമാന്റെ കയ്യിലുള്ളത്. അത് ഭൂട്ടാൻ സ്മഗിൾഡ് ചെയ്താണ്, കള്ളക്കടത്തല്ല. മറ്റ് അനേകം വണ്ടികൾ പലരുടെയും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെയുള്ളതല്ല. ഇത് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു കൊണ്ടുവന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പൊ ദുൽഖർ സൽമാന്റെ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ലേ, കുമരകം ലേക്ക് റിസോർട്ട് കൊണ്ടുവന്ന വണ്ടി ഞാൻ വാങ്ങി കുറെ നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് ദുൽഖറിന് വിറ്റു. ദുൽഖർ അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അല്ലാതെ അതിന് കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നത് കുമരകം റിസോർട്ടുകാർക്കായിരുന്നു. അവരെന്നെ കാണിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂർ ലക്ഷ്മി മിൽസിന്റെ ഉടമസ്ഥൻ കരിവർദ്ധൻ ഭയങ്കര റാലി റേസിംഗ് ഡ്രൈവർ ആയിരുന്നു. അപ്പൊ എന്റെ റാലി ടൈമിംഗ് സമയത്തൊക്കെ അദ്ദേഹമാണ് എന്റെ വണ്ടി ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഓൾവോ കാറ് 80s അത് കുറെ നാൾ ഇവിടെ വിൽക്കാനിട്ടിരുന്നു. അത് എടുത്തോണ്ട് വന്നു. അത് ദുൽഖർ മേടിച്ചു. എന്നിട്ട് വോൾവോയുടെ ഷോറൂം തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ സ്പെയർ പാർട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ദുൽഖറിന് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് ഈ 2-3 വണ്ടികളെ പറ്റി, ദുൽഖറിന്റെ വണ്ടികളെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനകത്തൊന്നും തന്നെ ഒരു വണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് മറ്റാരോ ഇമ്പോർട്ട് ചെയ്തിട്ട്, കള്ളക്കടത്ത് ചെയ്തിട്ട്, ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ 110 എന്നൊരു വണ്ടിയാണ്
ഇതിനകത്ത് കേസിൽപ്പെട്ടേക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ 3-4 വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ ഇതിനകത്തൊരു വ്യക്തത വരുത്തേണ്ടത് കസ്റ്റംസ് ആണ്. ഇപ്പോ ദുൽഖറെ മാതിരി ഒരു പബ്ലിക് ഫിഗറിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ശരിക്കും നമുക്ക് ദുൽഖറിനെയൊക്കെ അറിയാമല്ലോ. അതേപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് താരങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു രീതി. അന്വേഷണം അങ്ങനെയല്ലല്ലോ വരേണ്ടത്. കാരണം ഇതിൽ പിന്നിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവർ മറ്റുള്ള ഇടനിലക്കാരിൽ നിന്നായിരിക്കും വാങ്ങുക, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടൊക്കെ പോയി വാങ്ങുകയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാർ വരേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികളും സ്വകാര്യ വ്യക്തികളൊക്കെ തന്നെയും മറ്റു ബിസിനസ്സുകാരൊക്കെ ഉണ്ട് ഇതിൽ പങ്കാളികളായിട്ട്. അപ്പോൾ അവരിലേക്കൊക്കെ കൂടെ എത്തേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ നടന്മാരുടെ പേര് മാത്രമാണ് കാണുന്നത്. അതെ, വളരെ ശരിയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലെ പ്രശസ്തനായ നടനാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ ഫാദറൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി സാറ്. അവരൊന്നും തന്നെ നിയമം വിട്ട് കളിക്കുന്ന ആൾക്കാരല്ല, നമുക്കറിയാമല്ലോ. അവരൊക്കെ പിന്നെ പൃഥ്വിരാജ്, അദ്ദേഹം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി, ഇമ്പോർട്ട് ചെയ്ത വണ്ടി വാങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് ആരും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഈ കാറിനുള്ള ക്രേസ്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ക്ലാസിക് മോഡൽസ് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പലയിടത്തും പലരുടെ കയ്യിലും ഉണ്ട്. ഇപ്പോ ഈ താരങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് എന്താണ് നേടുന്നത്? ഇപ്പോ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ കോയമ്പത്തൂര് ഒരു കാർ മ്യൂസിയം ഉണ്ട്. അവർ ക്ലാസിക് കാർസ്, വിന്റേജ് കാർസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ മൈസൂർ ഒരു എക്സിബിഷൻ നടത്തുന്ന ഒരു ഷോറൂമുണ്ട്. അവിടുത്തെ 100 കണക്കിന് കാറുകളുണ്ട്. പിന്നെ നമ്മളുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ആളുടെ ഇന്ത്യയിൽ ഏറ്റവും റെയറസ്റ്റ് ഓഫ് റെയർ കാർസ് ഉണ്ട്. അതും ഇതേമാതിരി കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്തൊന്നും വാങ്ങിയതായിരിക്കുമല്ലോ, അല്ലാതെ ഇവിടെ കിട്ടത്തില്ലല്ലോ. അപ്പോ ഇപ്പൊ കരിവർദ്ധന്റെ കാറ് വോൾവോ ആയിരുന്നു. അത് STC സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ആണ് ഫോറിൻ എംബസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ വാങ്ങിയിട്ട് മറിച്ച് വിൽക്കുമായിരുന്നു. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടിക്കുള്ള നിയമം അടുത്ത 5 കൊല്ലത്തേക്ക് നമ്മൾ 5 കൊല്ലത്തേക്ക് വിൽക്കാൻ പാടില്ല എന്നൊരു ബോണ്ടും കൂടെ നമ്മൾ കസ്റ്റംസിന് കൊടുത്തിട്ടാണ്. ഇപ്പൊ എന്റെ വണ്ടി ഞാൻ 83-ൽ കൊണ്ടുവന്നു, 5 കൊല്ലത്തേക്ക് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ ഇപ്പൊ 40-45 കൊല്ലമായി ഞാൻ ഇന്നുവരെ വിറ്റിട്ടില്ല വണ്ടി, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോ ഇത് ദുൽഖർ സൽമാനെ ഫോക്കസ് ചെയ്യുന്നതിൽ എനിക്ക് അതിനകത്ത് അമർഷമുണ്ട്. കാര്യം ദുൽഖർ സൽമാനെ മാത്രമല്ലല്ലോ, ഇമ്പോർട്ടഡ് വണ്ടി, ക്ലാസിക് വണ്ടികൾ, വിന്റേജ് വണ്ടികൾ ഇന്ത്യയിൽ ആകെ ഒരുപാട്. ഇപ്പൊ ബോംബെ ബേസ്ഡ് ഫിലിം സ്റ്റാർസിന്റെ കയ്യിലൊക്കെ 100 കണക്കിന് വണ്ടികളുണ്ട്. അപ്പോ എന്താണ് ഈ EDO കസ്റ്റംസോ ഒക്കെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. അവരെ വിളിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് ഇനിയിപ്പോ അവരൊക്കെ നിയമവശമായിട്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാർ ഇമ്പോർട്ട് ചെയ്ത ഒരാള് എന്നുള്ള നിലയിലാണ് എനിക്ക് ഇത്രയും പറയാനുള്ളത്. ഒരു ഫിലിം സ്റ്റാർ നല്ലവണ്ണം അഭിനയിക്കുന്ന ചെറുപ്പക്കാരുടെ ഹരം, എന്റെ കൂടി ഹരമുള്ള ഒരാളാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ ഫിലിംസ് ഞാൻ കാണാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറിന്റെ മകനാണ്. അപ്പോ എന്തിനാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാറുകളെ സംബന്ധിച്ചാണെങ്കിൽ അതിന് ഡയറക്റ്റ് കള്ളക്കടത്തിന് അധികം ഇമ്പോർട്ട് ചെയ്തതൊന്നും തന്നെ ദുൽഖർ അല്ലല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.